സി പി എമ്മിനെ ഒരു ദേശീയ രാഷ്ട്രീയത്തിൽ വളരെ സമുന്നതമായ ഒരു പദവിയിൽ, വളരെ നിർണായകമായ ഒരു രാഷ്ട്രീയ പദവിയിൽ കൊണ്ടുവരുന്നതിൽ പങ്കുവഹിച്ചിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ ചിന്തകനും രാഷ്ട്രീയ പ്രാക്ടീഷണറുമായിരുന്നു സീതാറാം യെച്ചൂരി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സോഷ്യലിസ്റ്റ് സൊസൈറ്റിയുടെ തകർച്ച, സോവിയറ്റ് യൂണിയൻ്റെ തകർച്ച, ലോക കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ തകർച്ച, ആ ഒരു അന്തരീക്ഷത്തിലാണ് സി പി എമ്മിൻ്റെ പോളിറ്റ് ബ്യൂറോയിലേക്ക് 92-ൽ അദ്ദേഹം കടന്നു വരുന്നത്. 9 വർഷമായി സി പി എമ്മിനെ നയിച്ച സീതാറാം യെച്ചൂരിയുടെ നിര്യാണത്തിന് ശേഷം ആ പാർട്ടി ഇനി ഏത് പാതയിലാണ് സഞ്ചരിക്കുക എന്നുള്ളത് പാർട്ടിക്കാർ മാത്രമല്ല പൊതുസമൂഹവും ഗൗരവമായിട്ട് ചിന്തിക്കുന്ന ഒരു വിഷയമാണ്. കാരണം സീതാറാം യെച്ചൂരിയുടെ രാഷ്ട്രീയ ജീവിതത്തെ നമ്മൾ പരിശോധിക്കുമ്പോൾ സി പി എമ്മിനെ ഒരു ദേശീയ രാഷ്ട്രീയത്തിൽ വളരെ സമുന്നതമായ ഒരു പദവിയിൽ, വളരെ നിർണായകമായ ഒരു രാഷ്ട്രീയ പദവിയിൽ കൊണ്ടുവരുന്നതിൽ പങ്കുവഹിച്ചിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ ചിന്തകനും രാഷ്ട്രീയ പ്രാക്ടീഷണറുമായിരുന്നു സീതാറാം യെച്ചൂരി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അദ്ദേഹം ഡൽഹിയിൽ JNUവിൽ പഠിക്കുന്ന കാലത്ത് വളരെ ബ്രില്യൻ്റ് ആയിട്ടൊരു വിദ്യാർത്ഥിയായിരുന്നു. സാമ്പത്തിക ശാസ്ത്രത്തിൽ അഗാധമായ ജ്ഞാനമുള്ള ആളായിരുന്നു. മാർക്സിസത്തിൽ വലിയ വായനയും അറിവുമുള്ള ആളായിരുന്നു. അതേ സമയത്ത് തന്നെ ഒരു വിദ്യാർത്ഥി പ്രവർത്തകൻ എന്ന നിലയിൽ, SFIയുടെ പ്രസിഡന്റ് എന്ന നിലയിൽ അദ്ദേഹം ഇന്ത്യയിൽ ഒട്ടാകെയുള്ള സാധാരണ വിദ്യാർത്ഥികളുമായിട്ട് നേരിട്ട് ഇടപെട്ടിരുന്നു. അക്കാലത്ത് വിദ്യാർത്ഥി പ്രവർത്തകനായിരുന്നു എനിക്ക്. അദ്ദേഹം ഞങ്ങളുടെ കോളേജിൽ വന്ന അനുഭവം പോലും ഇന്നും ഓർമ്മയുണ്ട്. അതുകൊണ്ട് ആ നിലയിൽ പൊതുപ്രവർത്തനം വളരെ ആഴത്തിൽ നടത്തിയിട്ടുള്ള, വളരെ വിശാലമായ തലത്തിൽ നടത്തിയിട്ടുള്ള രാഷ്ട്രീയ നേതാവ് എന്ന നിലയിൽ 91-ൽ ലോകമാകെ ഉണ്ടായ ഒരു മാറ്റം, സോഷ്യലിസ്റ്റ് സൊസൈറ്റിയുടെ തകർച്ച, സോവിയറ്റ് യൂണിയൻ്റെ തകർച്ച, ലോക കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ തകർച്ച, ആ ഒരു അന്തരീക്ഷത്തിലാണ് സി പി എമ്മിൻ്റെ പോളിറ്റ് ബ്യൂറോയിലേക്ക് 92-ൽ അദ്ദേഹം കടന്നു വരുന്നത്. പോളിറ്റ് ബ്യൂറോയിൽ വരുന്ന സമയത്ത് മദ്രാസിൽ നടന്ന പാർട്ടി സമ്മേളനത്തിൽ അദ്ദേഹം വളരെ കൃത്യമായിട്ടുള്ള ചില രാഷ്ട്രീയ സമീപനങ്ങൾ രാജ്യത്തിന് മുമ്പിൽ വെച്ചു, പാർട്ടിയുടെ മുമ്പിൽ വെച്ചു. സോഷ്യലിസം തകർന്ന സാഹചര്യത്തിൽ ഇനി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആവശ്യമുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ യൂറോപ്പിലെ പല രാജ്യങ്ങളിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ബോർഡ് തന്നെ വേണ്ടാന്ന് വെച്ചിരിക്കുകയായിരുന്നു. ചെങ്കൊടി അവസാനിപ്പിച്ചിരിക്കുന്നു. പാർട്ടി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ലോകത്തിൻ്റെ പല പ്രദേശങ്ങളിലും സ്വയം പിരിഞ്ഞു പോകുന്ന ഒരവസ്ഥയിൽ അദ്ദേഹം പറഞ്ഞു, ഒരു ഓൾട്ടർനേറ്റീവ് എന്ന നിലയിൽ ഇടതുപക്ഷത്തിൻ്റെ പ്രസക്തിയെ അതിശക്തമായിട്ട് ഊന്നിക്കൊണ്ടാണ് അന്ന് യെച്ചൂരി മദ്രാസ് പാർട്ടി കോൺഗ്രസ്സിൽ ഒരു ശക്തമായ പ്രമേയം കൊണ്ടുവന്നത്. ദർ ഈസ് നോ ഓൾട്ടർനേറ്റീവ്. ഇനിയൊരു മുതലാളിത്തമല്ലാതെ മറ്റൊരു വഴിയുമില്ല, സാമ്രാജ്യത്വമല്ലാതെ മറ്റൊരു വഴിയുമില്ല എന്ന് പറയുന്ന സമയത്ത് സോഷ്യലിസം ഒരു ബദൽ എന്ന നിലയിൽ നിലനിൽക്കുന്നു, സോഷ്യലിസത്തിന് ഭാവിയുണ്ട് എന്ന് വളരെ ശക്തമായിട്ട് വാദിച്ചുറപ്പിച്ച ഒരു രാഷ്ട്രീയ ചിന്തകനാണ് അദ്ദേഹം. പിന്നീടുള്ള അനുഭവങ്ങൾ, കഴിഞ്ഞ 10-30 വർഷത്തെ അനുഭവങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും സോഷ്യലിസ്റ്റ് പ്രസ്ഥാനങ്ങൾ തിരിച്ചു വരുന്നതാണ് നമ്മൾ, സോഷ്യലിസ്റ്റ് ആശയങ്ങൾ തിരിച്ചു വരുന്നതാണ് നമ്മൾ പറയുന്നത്. ഇടതുപക്ഷ ആശയങ്ങൾ കൂടുതൽ ശക്തമായിട്ട് വരുന്നതായാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു രാഷ്ട്രീയ ചിന്തകൻ എന്ന നിലയിൽ യെച്ചൂരിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത മുതലാളിത്തത്തിൻ്റെയും സാമ്രാജ്യത്വത്തിൻ്റെയും വളർച്ചയുടെ കാലത്ത്, അതിൻ്റെ അപ്രതിരോധ്യമായ മുന്നേറ്റത്തിൻ്റെ കാലത്ത് ഇതിനപ്പുറം ഒരു രാഷ്ട്രീയമുണ്ട്, ഇതിനപ്പുറം ഒരു ചരിത്രമുണ്ട് എന്ന് സമൂഹത്തോട് പറയുന്നതിൽ അദ്ദേഹം വിജയിച്ചു എന്നുള്ളതാണ്. ആ നിലയിൽ പിന്നീടുള്ള വർഷങ്ങളിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തെ കൃത്യമായിട്ടുള്ളൊരു ദിശാബോധം നൽകി വികസിപ്പിക്കുന്നതിൽ അദ്ദേഹം പങ്കുവഹിച്ചു. കാരണം 64-ൽ CPM രൂപീകരിക്കപ്പെട്ടതിന് ശേഷം ഒരിക്കൽ പോലും യഥാർത്ഥത്തിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു പ്രധാനപ്പെട്ട പദവി 90-കൾ വരെ അവർ വഹിച്ചിരുന്നില്ല. അന്ന് 96-ൽ ദേവഗൗഡയെ പ്രധാനമന്ത്രിയാക്കിക്കൊണ്ട് ഒരു യുണൈറ്റഡ് ഫ്രണ്ട് സർക്കാർ കൊണ്ടുവരുന്നതിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച നേതാക്കളാണ് ഹർഷ് കിഷൻ സിംഗ് സുർജീത്തും ജ്യോതി ബസുവും അടക്കമുള്ള ദേശീയ നേതാക്കൾ. അന്ന് ജ്യോതി ബസുവിൻ്റെ അടുത്തേക്ക് മറ്റ് രാഷ്ട്രീയ നേതാക്കൾ വന്നു പറഞ്ഞു, നിങ്ങൾ പ്രധാനമന്ത്രി ആവണം, നിങ്ങളായിരിക്കണം ഞങ്ങളുടെ പ്രധാനമന്ത്രി. പക്ഷേ പാർട്ടി പറഞ്ഞു സമ്മതിച്ചില്ല. പാർട്ടി പറഞ്ഞു അതിൻ്റെ ആവശ്യമില്ല, ഞങ്ങൾക്ക് ഭൂരിപക്ഷ പിന്തുണയില്ലാത്ത കാലത്തോളം, പാർട്ടിക്ക് നിർണായകമായ സ്വാധീനമില്ലാത്തോളം പ്രധാനമന്ത്രി പദവും ഞങ്ങൾ എടുക്കുന്നതല്ല, മന്ത്രിസഭയിൽ പങ്കെടുക്കുന്നതല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ നിലപാട് വെച്ചുകൊണ്ട് ജ്യോതി ബസുവിന് പ്രധാനമന്ത്രി നിഷേധിച്ച സമയത്ത് ദേവഗൗഡയെ പ്രധാനമന്ത്രി ആക്കിക്കൊണ്ട് ഒരു ബദൽ അവർ കൊണ്ടുവന്നു. ആ ബദൽ ഉണ്ടാക്കുന്നതിൽ, ആ ബദൽ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ മുന്നേറ്റമായിട്ട് നിലനിർത്തുന്നതിൽ, അത് ഇന്ത്യയിലെ മതേതര രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ശക്തിയായിട്ട് മാറ്റുന്നതിൽ ജ്യോതി ബസു, സുർജിത്ത്, സീതാറാം യെച്ചൂരി, ഈ 3 നേതാക്കൾ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുകയുണ്ടായി. അതിനുശേഷമാണ് പിന്നീട് 1999 മുതൽ 2004 വരെയുള്ള കാലത്ത് BJPയുടെ രാഷ്ട്രീയാധികാരം വന്നത്. ആദ്യമായിട്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ BJP ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷിയായിട്ട് മാറി. വാജ്പേയി ഇന്ത്യയുടെ അവരുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിട്ട് മാറി. അങ്ങനെ ആ ഒരു വലിയ ശക്തമായ മുന്നേറ്റത്തിൻ്റെ സമയത്ത് വീണ്ടും മതേതര
രാഷ്ട്രീയത്തെ ശക്തിപ്പെടുത്തുന്നതിൽ വളരെ നിർണായകമായ പങ്കുവഹിച്ചൊരു സംഗതിയാണ് 2004 യുണൈറ്റഡ് പ്രോഗ്രസീവ് അലയൻസ് എന്ന പേരിൽ സോണിയാഗാന്ധിയുടെ ലീഡർഷിപ്പിൽ ഒരു പുതിയ മുന്നണി വരുന്നത്. കോൺഗ്രസ് ആയിരുന്നു അതിൻ്റെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷി. കോൺഗ്രസുമായിട്ട് CPM എല്ലാ കാലത്തും അത് തർക്കത്തിൽ നിന്നത് പാർട്ടിയാണ്. CPMൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ അടിത്തറ അതിൻ്റെ ആരംഭകാലം മുതൽ കോൺഗ്രസ് വിരുദ്ധ രാഷ്ട്രീയം എന്നുള്ളതായിരുന്നു. അത് 90കളിൽ പോലും ആ ഒരു നിലപാടാണ് അവരെടുത്തത്. കോൺഗ്രസിനോടുള്ള വിരോധം എന്നും മുമ്പിൽ നിന്നുണ്ടായിരുന്നു. അപ്പോൾ 2004 കോൺഗ്രസിൻ്റെ സർക്കാരിന്, മൻമോഹൻ സിംഗ് സർക്കാരിന് പിന്തുണ കൊടുക്കുന്നതിന് പാർട്ടിയെ പ്രേരിപ്പിച്ച പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാൾ സീതാറാം യെച്ചൂരിയായിരുന്നു. ആ സർക്കാരിൻ്റെ നേട്ടങ്ങൾ, ആ സർക്കാരുണ്ടാക്കിയ വളരെ പ്രധാനപ്പെട്ട മുന്നേറ്റങ്ങൾ ഇന്നും ചരിത്രത്തിൻ്റെ ഭാഗമാണ്. റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്, നരേഗ, തൊഴിൽ അവകാശ നിയമം, സാധാരണ ഗ്രാമീണ തൊഴിലാളികൾക്ക് തൊഴിൽ അവകാശ നിയമം, FRA ഫോറസ്റ്റ് റൈറ്റ്സ് ആക്ട്, ഡൊമസ്റ്റിക് വയലൻസ് റൈറ്റ് ആക്ട്, ഫുഡ് സെക്യൂരിറ്റി ആക്ട്, അങ്ങനെ രാജ്യത്തുള്ള സാധാരണ ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്ന ഏതാണ്ട് ഒരു ഡസനോളം പ്രധാനപ്പെട്ട നിയമങ്ങളെ സർക്കാർ കൊണ്ടുവന്നു. ആ നിയമങ്ങൾക്കൊക്കെ പിന്നിൽ പ്രവർത്തിച്ചതിൽ ഒരു വലിയ ശക്തിയായിട്ട് നിന്നത് 60ലേറെ പേര് ഉണ്ടായിരുന്ന പാർലമെൻറ്റിലെ ഇടതുപക്ഷമായിരുന്നു. CPM വന്ന് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്നാമത്തെ കക്ഷിയായിട്ട് നിന്നു. ആ സമയത്ത് യഥാർത്ഥത്തിൽ CPMനകത്ത് വീണ്ടും പഴയ ഈ ചൊറി വന്നു. ആ ചൊറി എന്താണ്? കോൺഗ്രസ് വിരുദ്ധ ജ്വരം അവരെ വല്ലാതെ ബാധിക്കാൻ തുടങ്ങി. 2008 ഈ സർക്കാരിനെ അട്ടിമറിക്കണം എന്ന നിലപാടിലേക്ക് അവരുടെ പാർട്ടിയിലൊരു വിഭാഗം എത്തിച്ചേർന്നു. അങ്ങനെ 2008-2009 കാലത്ത് ഈ അമേരിക്കയുമായിട്ടുള്ള ഒരു ആണവ കരാറിൻ്റെ പേരിൽ വലിയ കോലാഹലമുണ്ടാക്കി സർക്കാരിനുള്ള പിന്തുണ പിൻവലിച്ചു. സർക്കാർ വീഴും എന്നുള്ളൊരവസ്ഥയിലെത്തി. പക്ഷേ സർക്കാർ വീണില്ല. പകരം ആരാ വീണത്? പകരം വീണത് CPMഉം ഇടതുപക്ഷ കക്ഷികളുമാണ്. പക്ഷേ 2009 നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വീണ്ടും വിജയിക്കുകയുണ്ടായത്. 2009 ഇടതുപക്ഷം യഥാർത്ഥത്തിൽ ചെയ്തത് രാഷ്ട്രീയമായിട്ടുള്ള ഒരു ഹരാക്കിരിയാണ്, ഒരു ആത്മഹത്യയാണ്. കാരണം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ, ഇന്ത്യൻ ദേശീയധാരയിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിരുന്ന CPMനെ പോലൊരു പാർട്ടി ഇടതുപക്ഷത്തെ ആകെ അപ്രസക്തമാക്കുന്ന നിലപാടുകളാണെന്ന് സ്വീകരിച്ചത്. 2009 മുതൽ 2014 വരെയുള്ള ഭരണത്തിൽ യഥാർത്ഥത്തിൽ കോൺഗ്രസ് നിലനിന്നുവെങ്കിൽ പോലും ഇടതുപക്ഷം അപ്രസക്തമായതോടുകൂടി കോൺഗ്രസ് വലതുപക്ഷത്തേക്ക് മാറി. യഥാർത്ഥത്തിൽ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ നയങ്ങൾ, കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ പരിപാടികൾ എല്ലാം തന്നെ കൂടുതൽ തീവ്ര വലതുപക്ഷ സമീപനങ്ങളിലേക്ക് മാറി. അവരുടെ രാഷ്ട്രീയ സാമ്പത്തിക നയങ്ങൾ കൂടുതൽ വലതുപക്ഷവൽക്കരിക്കപ്പെട്ടു. 2005-2009 കാലത്തുണ്ടായിരുന്ന ജനാഭിമുഖ്യമുള്ള ക്ഷേമരാഷ്ട്ര സങ്കല്പത്തിൽ നിന്ന് മാറി വളരെ നവലിബറൽ നയങ്ങളിലേക്ക് അവർ മാറി. 2014 BJP തിരിച്ചു വന്നു. 2014 BJP തിരിച്ചു വരുന്നതിനുള്ള അന്തരീക്ഷം ഒരുക്കിയത്, അതിനുള്ള രാഷ്ട്രീയ അന്തരീക്ഷം ഒരുക്കിയത്, സാമ്പത്തിക അന്തരീക്ഷം ഒരുക്കിയത് 2009 മുതൽ 2014 വരെയുള്ള കാലത്തെ ഇടതുപക്ഷത്തിൻ്റെ ഈ പിന്തിരിഞ്ഞു പോക്കാണ്. ഇന്ത്യൻ ദേശീയ രാഷ്ട്രീയത്തിൽ വളരെ നിർണായകമായ ഒരു ചുമതലയുണ്ടായിരുന്ന ഇടതുപക്ഷം ആ ചുമതലകൾ പൂർണ്ണമായും അബാൻഡൺ ചെയ്തുകൊണ്ട് രാഷ്ട്രീയമായി വനവാസത്തിന് പോയപ്പോൾ അതിൻ്റെ നേട്ടം കൊയ്തെടുത്തത് ഇന്ത്യയിലെ തീവ്ര വലതുപക്ഷമായിരുന്നു. കോൺഗ്രസ്സിനെ ശക്തിപ്പെടുത്തുന്നതിന് പകരം അത് കോൺഗ്രസിനെ കൂടുതൽ വിഷമത്തിലേക്ക് എത്തിച്ചു. അതിൻ്റെ ആശയപരമായ അടിത്തറ തകർന്നു. വലതുപക്ഷ രാഷ്ട്രീയം ഇന്ത്യയിൽ ശക്തമായിട്ട് തിരിച്ചു വന്നു. അതിനുശേഷം ഇന്ന് വരെ 2014 ശേഷം ഇന്ന് വരെ ഒരിക്കൽ പോലും ഇന്ത്യൻ ദേശീയധാരയിൽ ഇടതുപക്ഷത്തിനോ മതേതര രാഷ്ട്രീയത്തിനോ ഒരു തിരിച്ചുവരവ് നടത്താൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് സോണിയാഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും ലീഡർഷിപ്പിൽ കോൺഗ്രസ് ഒരു തിരിച്ചു വരണമെന്ന് ശ്രമിക്കുമ്പോൾ പോലും ഇടതുപക്ഷ ആശയങ്ങൾ, സോഷ്യലിസ്റ്റ് ആശയങ്ങൾ, ജനക്ഷേമത്തിൻ്റെ ആശയങ്ങൾ അവർക്ക് മുമ്പിൽ വയ്ക്കുന്നതിൽ, ആ തരത്തിലുള്ള ഒരു പ്രായോഗിക പരിപാടി കൊണ്ടുവരുന്നതിൽ, ന്യായ് പദ്ധതി പോലെ പരിപാടി കൊണ്ടുവരുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത് ഇൻഫോർമലായിട്ടാണെങ്കിൽ പോലും യഥാർത്ഥത്തിൽ സീതാറാം യെച്ചൂരിയാണ്. നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെ പ്രായോഗികമായിട്ടുള്ള നിലപാട് എടുക്കുന്ന യെച്ചൂരി 2009 എന്തുകൊണ്ട് അദ്ദേഹം ഈ നിലപാടുകൾ അംഗീകരിച്ചു? ഈ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഈ ആത്മഹത്യാപരമായ പ്രവണതകൾ അദ്ദേഹം അംഗീകരിച്ചു. അന്ന് പ്രകാശ് കാരാട്ടും കേരള പാർട്ടി ലീഡർഷിപ്പും ചേർന്നുകൊണ്ടാണ് യഥാർത്ഥത്തിൽ അട്ടിമറി സംഘടിപ്പിച്ചത്. അതിനോട് അദ്ദേഹത്തിന് വിയോജിപ്പുണ്ടായിരുന്നു. പക്ഷേ അമേരിക്കൻ ആണവ കരാറിൻ്റെ പേരിലുള്ള ഈ ബഹളങ്ങളൊന്നും യഥാർത്ഥത്തിൽ ദീർഘകാലത്തേക്ക് ഗുണം ചെയ്യില്ല. അങ്ങനെ ഒരു അജണ്ടയുടെ പേരിൽ നമ്മൾ പിന്തുണ പിൻവലിക്കുന്ന ഗുണം ചെയ്യില്ല. പിന്തുണ പിൻവലിക്കുന്നുണ്ടെങ്കിൽ മറ്റെന്തെങ്കിലുമാണ് കാരണം പറയേണ്ടതെന്നൊക്കെ അദ്ദേഹം പറഞ്ഞെങ്കിൽ പോലും രാഷ്ട്രീയമായിട്ട് അദ്ദേഹം അന്ന് ഒറ്റപ്പെടുകയുണ്ടായത്. തീവ്ര നിലപാടുകളുള്ള കാരാട്ടടക്കമുള്ള ലീഡർഷിപ്പ്, കോൺഗ്രസ് വിരുദ്ധ രാഷ്ട്രീയം അന്ന് കൂടുതൽ വിജയിച്ചത്. ഇന്നിപ്പോൾ
ഒരു പ്രായോഗിക ബുദ്ധിയായിട്ടുള്ള കുറേ കൂടി മതേതരത്വ രാഷ്ട്രീയത്തിൽ ഒന്നിച്ചു നിൽക്കേണ്ടത് ആവശ്യതയിലൂന്നിയ യെച്ചൂരി രംഗം വിടുകയാണ്. വീണ്ടും കാരാട്ടിനെ പോലുള്ള ആളുകൾ, പിണറായി വിജയനെ പോലുള്ള ആളുകൾ, ആ തരത്തിലുള്ള കോൺഗ്രസ് വിരുദ്ധതയുടെ രാഷ്ട്രീയം മുന്നിൽ വയ്ക്കുന്ന ആളുകൾ CPM-ൻ്റെ ലീഡർഷിപ്പിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കാൻ വരികയാണ്. ഏത് തരത്തിലുള്ള ഒരു രാഷ്ട്രീയത്തിലേക്കാണ് CPM ഇനി പോകാൻ പോകുന്നത് എന്നത് ആ നിലയിൽ വളരെയേറെ പ്രസക്തമായ ചോദ്യമാണ്. അടുത്ത പാർട്ടി കോൺഗ്രസ് വരുന്ന സമയത്ത് കുറേ കൂടി പ്രായോഗിക ബുദ്ധിയായിട്ടുള്ള, കുറേ കൂടി പ്രായോഗിക മതിയായിട്ടുള്ള യെച്ചൂരിയെ പോലൊരു ലീഡറെ, ഒരു നേതാവിനെ അവർക്ക് കൊണ്ടുവരാൻ പറ്റുമോ, അതല്ല കുറേ കൂടി കടുംപിടുത്തത്തിൻ്റെ രാഷ്ട്രീയത്തിലേക്ക് അവർ തിരിച്ചു പോകുമോ എന്നുള്ളത് CPM-ൻ്റെ മാത്രം ഭാവിയുടെ പ്രശ്നമല്ല, ഇന്ത്യയുടെ മതേതര രാഷ്ട്രീയത്തിൻ്റെ, ഇന്ത്യയുടെ ജനാധിപത്യ രാഷ്ട്രീയത്തിൻ്റെ കൂടി ഭാവിയെ ബാധിക്കുന്ന ഒരു കാര്യമാണ് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം.